തീർക്കണം. ആരോട് അച്ഛന്റെ ഈ വാശി? ഇങ്ങനെ കാണിക്കുന്നോണ്ട് ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വില പോകുന്നതേ നമ്മുടെ കീർത്തിക്കാം. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അച്ഛൻ എന്തിനാ അവളെ കരുവാക്കുന്നേ? ഈ ലോകത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെ അല്ലേ? അതെ, ശില്പക്കുട്ടി പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്ക് പിന്നാമ്പുറത്തെങ്ങാനും പോയിരുന്ന് അടിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇനി തമ്പുരാട്ടി പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വേണ്ട. പാടാ ക്ലാസ് എടുത്തോ. അതെ ശില്പക്കുട്ടി, അച്ഛൻ ഇച്ചിരി ഓവറാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ശരിക്കും നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മുടെ അച്ഛനെ നമുക്ക് ഏതെങ്കിലും ലഹരി മോചന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കാം. സത്യം. പാവേ, എന്തിനും പാവയോടൊപ്പം ഈ ശിവേട്ടനുണ്ട്. തനിക്ക് കിട്ടിയതൊന്നും പോരെ. ഇനി കല്യാണം എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നാലേ വല്ല എലിവിഷം തന്ന് കൊന്നളയും ഞാൻ. അത് വേണ്ട. എന്റെ മോള് ഈ ശിവേട്ടനെ സ്നേഹിച്ചു കൊന്നാ മതി, കല്യാണം കഴിഞ്ഞിട്ട്. മിഥുനെ അണിയിക്കാൻ ഒരു മാല വേണ്ടേ? അതിനുവേണ്ടി കുറച്ച് കാശ് അന്വേഷിച്ചു പോയതാ ഞാൻ. തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച എന്റെ തൊലി ഉരിഞ്ഞു പോയി. അച്ഛന് തരുമ്പ് ലെവലില്ലായിരുന്നു. ഈ വീട്ടിൽ വേണ്ട ഒരു കാര്യം അന്വേഷിക്കാത്തത് പോട്ടെ, കീർത്തിയുടെ വീട്ടുകാർക്ക് മുമ്പില് നമുക്ക് നാണക്കേടാണെന്നെങ്കിലും കരുതണ്ടേ? ഞാൻ വഴക്ക് പറഞ്ഞപ്പോ രണ്ടുപേരും കൂടി പിന്നാമ്പുറത്തേക്ക് പോയി. മോളെ, പോയ കാര്യം എന്തായി? ചിട്ടിന്ന് ലോൺ കിട്ടുമോ? 12,000 രൂപ അടിച്ചാൽ കിട്ടും. പക്ഷേ അത്രയും കാശ് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. സാരല്ല മോളെ, എന്റെ കഴുത്തി കിടക്കുന്നത് വിൽക്കാന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. അമ്മയ്ക്ക് ആകെയുള്ള ഇത്തിരി സ്വർണ്ണമൊന്നും വിൽക്കണ്ട. തൽക്കാലം അമ്മയുടെ മാല പണയം വെച്ച് മറ്റൊരു ചെറിയ മാല വാങ്ങാം. ചിട്ടിന്ന് ലോൺ എടുത്ത് അമ്മയുടെ മാല പണയത്തെയും തിരിച്ചെടുക്കാം. എന്താ വേണ്ടേന്ന് വെച്ചാ മോളത് ചെയ്തോ. ദേ, താലിയിടാൻ എനിക്കൊരു ചരട് മാത്രം മതി.